പ്രാർത്ഥിക്കുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവാശ്വാസകനായ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയ ആശ്വാസവും സമാധാനവും നൽകട്ടെ. ഏതൊരു പ്രായത്തിലുമുള്ള ആളുകൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും ഹൃദയത്തിൽ വലിയ ദുഃഖവും വേദനയും ഉളവാകുകയും ആ ദുഃഖം നമ്മുടെ മനസ്സിനെ പോലും അസ്വസ്ഥപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നാം എല്ലാവരും നനയ്ക്കാത്ത നാഴികയിൽ, ചിന്തിക്കാത്ത സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. 73 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം പ്രിയ പിതാവിന് ദൈവം നൽകുവാനിടയായി. കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും നിറഞ്ഞ ദുരിതപൂർണമായ ഈ ഭൂമിയിലെ ജീവിതം പര്യവസാനിപ്പിച്ച് തൻ്റെ ശരീരത്തിൽ വസിച്ച സർവ്വലോകത്തേക്കാൾ വിലയുള്ള ആത്മാവ് ദൈവത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് പ്രവേശിക്കപ്പെട്ടതുകൊണ്ട് ശരീരം നിർജീവമായി മാറുവാൻ ഇടയായി തീർന്നു. ശരീരത്തിൽ ആത്മാവ് വസിക്കുന്നത് കൊണ്ടാണ് നാം എല്ലാവരും ജീവനോടെ ഇവിടെ ആയിരിക്കുന്നത്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ ശരീരം നിർജീവമായി മാറുമെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം ജീവനോടെ ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ബൈബിൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് മരണാനന്തര ജീവിതമാണ്. മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ടെന്ന് നമ്മെ വ്യക്തമായി ബോധ്യമാക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ കൂടെയും അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിൽ കൂടെയുമാണ് നമുക്ക് മരണാനന്തര ജീവിതമുണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നത്. ഈ ഒരു ഉറപ്പ് നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലനാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിലൊക്കെ സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ പിതാവിനെക്കുറിച്ചും അവിടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി തൻ്റെ അടുക്കൽ കൂടി വന്ന ജനതയോട് വ്യക്തമായി പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് വീടൊരുക്കി നിങ്ങളെയും വന്ന് ചേർക്കാമെന്നുള്ള ഉറപ്പ് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് നൽകുവാൻ ഇടയായി തീർന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തന്നെ മനുഷ്യനെ, ഏദൻ പ്രതീക്ഷയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ, സ്വർഗത്തിന്റെ നിഴലായിരുന്നു ഏദൻ പ്രതീക്ഷ, ആ പ്രതീക്ഷയിൽ നിന്ന് തള്ളപ്പെട്ടു പോയ മനുഷ്യനെ ആ സ്വർഗീയ പ്രതീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിനു വേണ്ടി അവരുടെ കുറവുകളും പാപങ്ങളുമെല്ലാം ക്ഷമിച്ച് അവരെ യേശുവിന്റെ രക്തത്തിൽ പാപമോചനം നൽകി അവർക്ക് നിത്യജീവൻ നൽകേണ്ടതിനു വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. യേശു ക്രിസ്തുവിന്റെ മരണവും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ക്രിസ്തീയ വിശ്വാസത്തിന്റെ പുനരുത്ഥാനത്തെ ആ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന മഹത്വകരമായ ഒരു അനുഭവമാണ് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തിരുവെഴുത്തിൽ പൗലോസ് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: മരണപുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ സമൂഹത്തിലും യേശുക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളുകളിൽ പോലും മരണപുനരുത്ഥാനമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ പേര് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് സാധുക്യരെന്നാണ്. മരണപുനരുത്ഥാനത്തെ വിശ്വസിക്കാത്തവർ, മരണത്തിനപ്പുറമായി മറ്റൊന്നുമില്ല, എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന, തിന്നുക, കുടിക്കുക,
നാളെ ചാകുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ആളുകൾ യേശുക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. യേശുക്രിസ്തു മരണപുനരുത്ഥാനത്തെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചും ഒക്കെ പ്രസ്താവനകൾ നടത്തുമ്പോഴും അതിനെതിരായി കളിയാക്കുകയും അതിനെതിരായി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന സാധുക്യരെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളും അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും അന്നത്തെ കാലത്തുണ്ടായിരുന്നുവെന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണപുനരുത്ഥാനത്തെ അംഗീകരിക്കാത്ത സാധുക്യരെന്ന് പറയുന്ന ആളുകൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ മരണപുനരുത്ഥാനവുമായി സംബന്ധിച്ചുള്ള ഒരു കുടുക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ചോദ്യം മോശയുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരുവൻ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചുപോയാൽ സഹോദരൻ തന്റെ ജ്യേഷ്ഠനു വേണ്ടി ആ പ്രിയ സഹോദരിയെ ദേവരധർമ്മം നടത്തണം. അവർക്കുണ്ടാകുന്ന സന്തതിയിൽ ആദിജാതനെ മരിച്ചവന്റെ പേരിൽ മാറ്റി നിർത്തണം. ഇങ്ങനെ മോശയുടെ ന്യായപ്രമാണത്തിൽ ഒരു പ്രമാണമുണ്ട്. അങ്ങനെ ആ പ്രമാണം വെച്ചുകൊണ്ട് പുനരുത്ഥാനത്തെ ചോദ്യം ചെയ്ത് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഈ സാധുക്യരെന്ന് പറയുന്ന ആളുകൾ ചെല്ലുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒരു വീട്ടിൽ 7 പേരുണ്ടായിരുന്നു. 7 പേരിൽ മൂത്തയാള് വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചു. രണ്ടാമത്തെ ആള് ഈ ജ്യേഷ്ഠന്റെ ഭാര്യയെ സ്വീകരിച്ചു, അവരും മക്കളില്ലാതെ മരിച്ചു. അങ്ങനെ 7 പേരും ഈ ഒരുവളെ വിവാഹം കഴിച്ചു. ഈ 7 പേരും ഈ ഒരുവളും മരിച്ചു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവൾ ആരുടെ ഭാര്യയാകുമെന്നുള്ള ചോദ്യമാണ് യേശുക്രിസ്തുവിനോട് സാധു